നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് പരിശോധന. ഉപ്പളയിലെ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പൊസോട്ടെ അബൂബക്കർ സിദ്ദിഖിനെയാണ് കോടതി ശിക്ഷിച്ചത്. പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം മുതൽ ചന്ദ്രഗിരി പാലം വരെ തകർന്ന ഭാഗത്ത് 6500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇന്റർലോക്ക് പാകും. പ്രവൃത്തി പുരോഗമിക്കുന്നു. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ റിലേ നിരാഹാര സമരം ആരംഭിച്ചു. KPCC ജില്ലാ സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിന് വശത്തെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. ഇടപെടാതെ വാട്ടർ അതോറിറ്റി. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU കളക്ടറേറ്റ് ധർണ നടത്തി. K ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് പരിശോധന. കാലാവസ്ഥ അനുകൂലമായതും പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതും ദൗത്യം വേഗത്തിലാക്കും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് 2 പേർക്കും വേണ്ടി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഡ്രഡ്ജർ വെസൽ ദൗത്യസ്ഥലത്തെത്തിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡ്രഡ്ജർ ബോട്ട് ഉറപ്പിച്ചു നിർത്തി പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലത്തെ തടസ്സം നീക്കുന്നതാണ് പ്രധാന പ്രവൃത്തി. 3 ദിവസത്തെ കരാറാണ് ഇപ്പോഴുള്ളതെന്നും ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാകും ഡ്രഡ്ജിംഗ് നടത്തുകയെന്നും ഡ്രഡ്ജർ കമ്പനിയുടെ MD മഹേന്ദ്ര ഡോഗ്രെ പറഞ്ഞു. हम लोग 10 दिन का प्रोग्राम है. पहला 3 डेज का है, उसके बाद वो लोग सेकंड स्टेप है 7 दिन. उसके बाद हम लोग को नाइट में अगर हम लोग लोड करेगा तो इधर डीप में जाने के लिए अपने इधर कुछ लाइटिंग्स नहीं. 3 ദിവസം തെരച്ചിൽ നടത്തുവാനാണ് നിലവിലെ തീരുമാനമെങ്കിലും ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടുപോകുവാനാണ് സാധ്യത. എത്ര ദിവസം തെരച്ചിലിനെടുക്കുമെന്ന് നിലവിൽ പറയാനാകില്ലെന്നാണ് ഇതിന് നേതൃത്വം വഹിക്കുന്ന അധികൃതർ പറയുന്നത്. 3 ദിവസം എന്തായാലും തിരച്ചിൽ തുടരുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. പുഴയുടെ ഒഴുക്ക് 1 നോട്ടായി കുറഞ്ഞത് തെരച്ചിൽ സംഘത്തിന് ആശ്വാസം നൽകുന്നതാണ്. നാവികസേനയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ ദിവസങ്ങളിലെ തെരച്ചിൽ. ജീവൻ രക്ഷയ്ക്കുള്ള സാഹചര്യമില്ലാത്തതിനാൽ അർജുനടക്കമുള്ള 2 പേർക്ക് എന്ത് സംഭവിച്ചു എന്നറിയുവാനുള്ള ശ്രമമാണ് ഇനി ഷിരൂരിൽ നടത്താനുള്ളത്. മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മൽപെ ഷിരൂരിലെ ദൗത്യസ്ഥലത്തെത്തിയിട്ടുണ്ട്. അർജുൻ്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാനാണ് എത്തിയതെന്ന് ഈശ്വർ മൽപെ പറഞ്ഞു. അധികൃതരുടെ അനുമതി ലഭിച്ചാൽ മുങ്ങി പരിശോധിക്കുവാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് 3 ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡി പറഞ്ഞ് ഇപ്പോൾ സിലിട്ടനായിട്ട് ഇരിക്കും. ആ സിലിട്ടനാണ്ട് വീട്ടുക്ക് ഒരു അതിമുഖ്യമായിരുന്നു. ആ മുഖ്യന്ന് അവർ വീട്ടുകാർ എല്ലാവരും കാത്തിരിക്കർ ഒരു സിലിട്ടനാണ് കിട്ടിയിട്ട് അവരവർ തുണിയാഴെ കിട്ടിയിട്ടെന്ന് ഒരു കാര്യം പണ്ണാണ്. കയർ പിന്നെ നിന്ന സ്ഥലത്തിൽ ഒരു അടയാളമുണ്ട്. ആ സ്ഥലത്തിൽ ನಾವು നോക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ലെങ്കിൽ വീട്ടിന് നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ലേ, ഹോട്ടലിൽ ഒരു മണ്ണ് വീണല്ലേ, ആ സ്ഥലത്തിലും നോക്കും. 2 സ്ഥലത്തിലും നോക്കിയാൽ മാത്രമേ നമ്മളെ വണ്ടി എവിടെ ഉണ്ടെന്ന് അറിയൂ. എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഡിജിറ്റലിനെ പസേ ഈ നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ലേ അതിൽ അടിഭാഗത്തിൽ പറഞ്ഞിരുന്നത് അവിടെയെല്ലാം മണ്ണ് വീണിട്ടുണ്ട്. അതന്നെ എടുക്കുന്നത്. പിന്നെ വെള്ളത്തിലെ അടിയിൽ ഒരു 10-20 അടിയിൽ അവിടെ കയറുണ്ടല്ലോ, ആ അടിഭാഗങ്ങളിൽ നോക്കണം ആ വണ്ടി ഉണ്ടാകുന്നു. ന്യൂസ് ബ്യൂറോ, ഷിരൂർ. കാസർഗോഡ് ഉപ്പളയിലെ ഓട്ടോ ഡ്രൈവറായ ജമ്മി എന്ന മുഹമ്മദ് സമീറിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഉപ്പള പൊസോട്ടെ അബൂബക്കർ സിദ്ദിഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി 3 ശിക്ഷിച്ചത്. ഉപ്പള പൊസോട്ട് ഓട്ടോ ഡ്രൈവറായ ജമ്മി എന്ന മുഹമ്മദ് സമീറിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി പൊസോട്ടെ അബൂബക്കർ സിദ്ദിഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മറ്റൊരു വകുപ്പിൽ 7 വർഷം കഠിന തടവിനും 1.5 ലക്ഷം രൂപ പിഴയൊടുക്കുവാനും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി 3 ജഡ്ജി അജിത്യരാജ് ഉണ്ണിയാണ് ശിക്ഷിച്ചത്. പിഴത്തുക സമീറിന്റെ കുടുംബത്തിന് നൽകാൻ ഉത്തരവായി. 2008 ഓഗസ്റ്റ് 24-നാണ് മുഹമ്മദ് സമീർ കൊല ചെയ്യപ്പെട്ടത്. മഞ്ചേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയത് മഞ്ചേശ്വരം ഇൻസ്പെക്ടർമാരായിരുന്ന K ദാമോദരൻ, TP രഞ്ജിത്ത് എന്നിവരാണ്.
കേസിൽ പ്രോസിക്യൂഷൻ 19 സാക്ഷികളെ വിസ്തരിക്കുകയും 30ഓളം രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പി സതീശൻ, അമ്പിളി എന്നിവർ ഹാജരായി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള KSTP പാതയിൽ തകർന്ന ഭാഗത്ത് 6500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇന്റർലോക്ക് പാകും. ആഴത്തിൽ കിളച്ച് GSP ഇട്ടതിന് ശേഷമായിരിക്കും ഇന്റർലോക്ക് ചെയ്യുക. നേരത്തെ നടത്തിയ അറ്റകുറ്റപ്രവൃത്തികൾ ഫലം കാണാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ മികച്ച രീതിയിൽ പ്രവൃത്തി നടത്തുന്നത്. കാസർഗോഡ് പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷന് സമീപം മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള ഭാഗത്ത് റോഡ് തകരുന്നത് നിത്യ സംഭവമാണ്. കുണ്ടും കുഴികളും രൂപപ്പെടുന്ന ഈ ഭാഗത്തുകൂടിയുള്ള ഡ്രൈവിംഗ് വലിയ അപകട സാധ്യതയാണ് വിളിച്ചോതുന്നത്. മഴക്കാലമായാൽ കാൽനടയാത്ര പോലും സാധ്യമാകാത്ത തരത്തിലാണ് ഈ ഭാഗത്ത് റോഡ് തകർച്ചയുണ്ടാകുന്നത്. ഈ മഴക്കാലത്ത് പതിവിലും കൂടുതലായാണ് ഇവിടെ റോഡ് തകർന്നത്. തുടർന്നാണിപ്പോൾ റോഡടച്ച് അറ്റകുറ്റപ്രവൃത്തി തുടങ്ങിയത്. പാടെ തകർന്ന റോഡിൻ്റെ ഒരു ഭാഗം ആഴത്തിൽ കിളച്ച് GSP ഇട്ടതിനു ശേഷം ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത്. ഉറവ കണ്ടെത്തിയ ഭാഗത്തു നിന്നും ഓവുചാലിലേക്ക് വെള്ളം ഒഴുകുന്നതിനുള്ള പ്രവൃത്തിയും ചെയ്യും. ചില സ്ഥലത്ത് 85 സെന്റിമീറ്റർ താഴ്ചയിൽ കിളച്ചൊരുക്കിയാണ് ഇന്റർലോക്ക് ചെയ്യുന്നത്. നേരത്തെ 45 മീറ്റർ നീളത്തിൽ പൂർണ്ണമായി ഇന്റർലോക്ക്, ഓവുചാൽ എന്നീ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച അധികൃതർ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത മേധാവികളുടെ അനുമതിയോടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എസ്റ്റിമേറ്റിൽ ഉള്ളതിനേക്കാൾ നീളത്തിൽ റോഡ് ഭാഗം തകർന്നതിനാൽ 45 മീറ്ററിനുള്ളിൽ തകരാത്ത ഭാഗം ഒഴിവാക്കി തകർന്നിട്ടുള്ള ഭാഗവും മറ്റു കുഴിയുമുള്ള സ്ഥലം ഉൾപ്പെടെ 6500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തുക. റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് പ്രവൃത്തികളും ചെയ്യും. ദിവസവും 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇന്റർലോക്ക് ചെയ്താൽ 6 ദിവസത്തിലേറെ വേണം. അതിനു പുറമെ മറ്റു പ്രവൃത്തികളുമാകുമ്പോൾ 10 ദിവസം പൂർണ്ണമായും ഇതിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കില്ല. 25 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി കിട്ടിയത്. എന്നാൽ 20 ലക്ഷത്തിൽ താഴെ രൂപയ്ക്കാണ് നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തത്. റോഡടച്ച സാഹചര്യത്തിൽ മറ്റ് വഴികളിലൂടെ വാഹന ഗതാഗതത്തിനായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ റിലേ നിരാഹാര സമരം കളക്ട്രേറ്റ് പരിസരത്ത് ആരംഭിച്ചു. KPCC ജില്ലാ സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചെങ്കൽ ക്വാറികൾക്ക് പെർമിറ്റ് അനുവദിക്കാതെ ലക്ഷങ്ങൾ പിഴ ചുമത്തുന്ന നടപടിക്കെതിരെ ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ റിലേ നിരാഹാര സമരം ആരംഭിച്ചു. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥലത്ത് പോയി നമ്മൾ ഒരു ചെങ്കല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവിടെയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രശ്നം വരുന്നത്. ആ പ്രശ്നം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മൾ തുടക്കം മാത്രമാണ് ഇവിടെ. ഈ തുടക്കം അനിശ്ചിതകാലത്തിനുള്ളിൽ പരിഹരിക്കാൻ ജില്ലാ കളക്ടർ മുൻകൈ എടുക്കണം. സമരസമിതി ചെയർമാൻ M വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹുസൈൻ ബേർക്ക സ്വാഗതം പറഞ്ഞു. ഞങ്ങളെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം എന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. പിടിച്ച വണ്ടികൾ ഇന്നും വിട്ടുകൊടുക്കാതെ കളക്ട്രേറ്റിലും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ഏകദേശം വില്ലേജ് ഓഫീസുകളിൽ തന്നെ 10-20ഓളം വണ്ടികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവണതയൊക്കെ ഒഴിവാക്കി ഞങ്ങളെ ഇതിൻ്റെ നൂലാമാലിനും അകത്തി ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറുകയും വണ്ടികൾ പിടിച്ച ഉടൻ തന്നെ ഫൈന് കെട്ടി വിട്ടു നൽകുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പട്ടയഭൂമിയുടെ പ്രശ്നം ഏറ്റവും വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് പെർമിറ്റ് തരാതെ, ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകാതെ ഞങ്ങളെ പെർമിറ്റിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഇനിയും അവസാനിപ്പിക്കണം എന്നും കൂടി ഈ സമരത്തിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ, മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി ഹരീഷ ഷെട്ടി, കാസർഗോഡ് ഏരിയ സെക്രട്ടറി മൊയ്തീൻ കുമ്പള, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ, വിശ്വംഭരൻ, കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് മോഹനൻ, നിസാം, ഉമ്മർ MP എന്നിവർ സംസാരിച്ചു. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം ജില്ലാ പ്രസിഡന്റ് സുധാകര പൂജാരി ആദ്യദിന നിരാഹാര സമരം അനുഷ്ഠിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിന് വശത്തെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. ഡ്രെയിനേജ് നവീകരണ പ്രവർത്തനത്തിനിടെ കഴിഞ്ഞ ദിവസം രാത്രി പൈപ്പ് പൊട്ടിയതായാണ് സംശയിക്കുന്നത്. പ്രദേശത്തുള്ളവർ സംഭവം വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചറിയിച്ചെങ്കിലും ഇതുവരെയായും പൈപ്പ് നന്നാക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് തായലങ്ങാടിയിൽ റോഡിന് വശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി മണിക്കൂറുകളോളമായി വെള്ളം പാഴാകുന്നു. ഇവിടെ ഡ്രെയിനേജിൻ്റെ നവീകരണ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇതിനായി സ്ലാബ് ഉൾപ്പെടെ കുഴിച്ച് ഇളക്കി മാറ്റുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട്.
ഈ പ്രവൃത്തിക്കിടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പൈപ്പ് പൊട്ടിയതെന്നാണ് സംശയിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിനായുള്ള വലിയ പൈപ്പാണ് പൊട്ടിയത്. വെള്ളം മുഴുവൻ ഡ്രെയിനേജിലൂടെ ഒഴുകി പാഴാകുകയാണ്. വിഷയം സ്ഥലത്തെ വ്യാപാരികളും യാത്രക്കാരും വാട്ടർ അതോറിറ്റിയെ വിളിച്ചറിയിച്ചെങ്കിലും വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തുകയോ പൈപ്പ് നന്നാക്കുവാൻ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. നഗരഹൃദയത്തിൽ തന്നെ ഇത്തരമൊരു സംഭവമുണ്ടായിട്ടും വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കാത്തത് കടുത്ത അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഉടൻ തന്നെ പൊട്ടിയ പൈപ്പ് നന്നാക്കി വെള്ളം പാഴായി പോകുന്നത് ഒഴിവാക്കണമെന്നാണ് പരിസരത്തുള്ളവരുടെ ആവശ്യം. പൈപ്പുള്ള കാര്യം ശ്രദ്ധിക്കാതെയാണ് ഡ്രെയിനേജ് നവീകരണത്തിനായി സ്ഥലം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതെന്നും പ്രവൃത്തി നടത്തുന്നവർ വലിയ വീഴ്ചയാണ് കാണിച്ചിരിക്കുന്നതെന്നുമുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീഡിയോ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർമാർക്ക് വേതനം നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി K. ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഇലക്ഷന് വേണ്ടി സംഘടനയുടെ ഭാഗമായി വീഡിയോഗ്രഫി ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികൾക്കുള്ള വേതനവും അടിയന്തരമായി നൽകുക എന്ന ആവശ്യവുമായി കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. CITU ജില്ലാ സെക്രട്ടറി K. ഗിരികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എന്ത് ന്യായമാണ് ഇത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ശരി, ബന്ധപ്പെട്ട ഏത് അധികാരികളായാലും ശരി, ഈ മേഖലയിൽ ജോലി ചെയ്ത തൊഴിലാളികളോട് ഇതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? എന്ത് കാരണത്താലാണ് ഞങ്ങൾക്ക് ഇവർ ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാതിരിക്കുന്നത്? എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ ഇന്ന കാരണത്താലാണ് നിങ്ങൾ ചെയ്ത ജോലിക്ക് ശമ്പളം തരാതെ അല്ലെങ്കിൽ കൂലി അനുവദിക്കാതിരുന്നത് എന്നത് പറയുന്നതിന് വേണ്ടിയിട്ടെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ നാളിതുവരെ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇനിയും നാളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് അനുവദിച്ചു തരുന്നില്ല എങ്കിൽ ഈ സമരത്തിന്റെ ഗതി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം? അതല്ലെങ്കിൽ ഇത് അനുവദിച്ച് കിട്ടാൻ എന്തെല്ലാം മാർഗമാണോ സ്വീകരിക്കേണ്ടത്, ആ മാർഗമെല്ലാം സ്വീകരിക്കാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തയ്യാറാവും. KPVU ജില്ലാ ജോയിന്റ് സെക്രട്ടറി V. കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. KPVU ജില്ലാ സെക്രട്ടറി V. സുരേഷ്, KV. കുഞ്ഞികൃഷ്ണൻ, സുനിൽ യാദവ്, പ്രസാദ് മുദ്ര, ഹരീഷ് കുഞ്ഞിക്കുച്ചി എന്നിവർ സംസാരിച്ചു. ഏകദേശം 33 ലക്ഷം രൂപയോളം ഈ ജില്ലക്കകത്ത് നമ്മുടെ തൊഴിലാളികൾക്ക് മാത്രം ലഭിക്കാനുണ്ട്. 6 മാസത്തോളമായി ഈ തൊഴിലെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണത്തിന് മുമ്പ് ഈ ഫണ്ട് അനുവദിക്കപ്പെടും എന്ന നിലക്കാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നമുക്ക് റിപ്പോർട്ടുണ്ടായിരുന്നത്. ഈ ഓണം യഥാർത്ഥത്തിൽ നമ്മുടെ തൊഴിലാളികൾ ഒരു വേതനം ലഭിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഫണ്ട് അനുവദിക്കപ്പെടുകയും ചെയ്യില്ല, നമ്മുടെ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാനും സാധിക്കില്ല എന്ന തിരിച്ചറിവിൻ്റെ മുകളിലാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ഇടപെടൽ എന്ന നിലക്ക് നമ്മൾ ഈ സമരം സംഘടിപ്പിച്ചത്. KPVU ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനു മേക്കാട്ട് സ്വാഗതവും നാരായണൻ ലുക്കൌട്ട് നന്ദിയും പറഞ്ഞു. നിലവിൽ വേതനം നൽകാനുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നൽകുന്നത് വൈകിപ്പിക്കുകയാണെന്നും വേതനം നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ബി ദ ജുവൽ ക്യാമ്പയിന് തുടക്കമായി. സിറ്റി ഗോൾഡിന്റെ കാസർഗോഡ് ഷോറൂമിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പ്രമുഖ സിനിമാ താരം അതിഥി രവി ക്യാമ്പയിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായുള്ള എക്സിബിഷൻ ഉദ്ഘാടനവും നടന്നു. ഡയമണ്ട്, പോൾക്കി, ആന്റിക് എന്നിവയുൾപ്പെടെ പ്രീമിയം ആഭരണങ്ങളുടെ വൻ കളക്ഷനാണ് എക്സിബിഷനിൽ ഒരുക്കിയിട്ടുള്ളത്. കേരള, കർണാടക സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ബി ദ ജുവൽ ക്യാമ്പയിന് തുടക്കമായി. സിറ്റി ഗോൾഡിൻ്റെ കാസർഗോഡ് ഷോറൂമിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പ്രമുഖ സിനിമാ താരം അതിഥി രവി ക്യാമ്പയിനിൻ്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. Be the jewel, City Gold and Diamonds. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് എല്ലാവരും ഫസ്റ്റ് ടൈം കാണുമ്പോൾ പോലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് വളരെയധികം എടുത്തു പറയേണ്ട, നിങ്ങളുടെ നാടിനെ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നാനുള്ള ഒരു മെയിൻ റീസൺ അതാണ്. അതെനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ഞാൻ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സിറ്റി ഗോൾഡിൻ്റെ തന്നെ ജ്വല്ലറിയാണ്.
അപ്പം അതും കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വളരെയധികം ഇതെനിക്ക് കാസർഗോഡ് മാത്രം ഒതുങ്ങി നിൽക്കരുത്. അതായത് കേവ ബോക്സ് എല്ലായിടത്തും വരുന്നുണ്ടെന്ന് അറിയാം. കൊച്ചിയിലാണെങ്കിലും മറ്റു പല കേരളത്തിൽ എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട്. സിറ്റി ഗോൾഡും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും, കാസർഗോഡും കാലിക്കറ്റ് കണ്ണൂരും അങ്ങനെ മാത്രമല്ലാതെ കേരളം മുഴുവൻ ഇവരുടെ ഒരു ബ്രാൻഡ്, ഇവരുടെ ഒരു ഗ്രൂപ്പ് എല്ലായിടത്തും അറിയപ്പെടട്ടെ. ക്യാമ്പയിനിൻ്റെ ഭാഗമായുള്ള എക്സിബിഷൻ്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ചടങ്ങിൽ പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ ലോഞ്ചിങ് സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് ഡയറക്ടർമാർ ചേർന്ന് നിർവഹിച്ചു. സമ്മാനാർഹമായ ഡിസൈൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഉദ്ഘാടന ദിവസം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്തവരിൽ നിന്നുള്ള നറുക്കെടുപ്പിലെ വിജയിക്ക് വേദിയിൽ വെച്ച് തന്നെ ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകി. സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രാഞ്ച് മാനേജർ തംജീദ് സമ്മാന വിതരണം നിർവഹിച്ചു. സിറ്റി ഗോൾഡ് സംഘടിപ്പിച്ച ആൻറ്റിക് ഫെസ്റ്റിലെ ബമ്പർ സമ്മാനമായ ദമ്പതികൾക്കുള്ള മലേഷ്യൻ ട്രിപ്പിൻ്റെ നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു. സിറ്റി ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൌഷാദ് CA നറുക്കെടുപ്പ് നിർവഹിച്ചു. ചടങ്ങിൽ ഓൾ ഇന്ത്യ നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മുഹമ്മദ് തൽഹയെ ആദരിച്ചു. പരിപാടിയിൽ സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ KA അബ്ദുൽ കരീം മുഖ്യ സാന്നിധ്യമായിരുന്നു. സിറ്റി ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൌഷാദ് CA, മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഇർഷാദ്, സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പറേഷൻസ് ഡയറക്ടറും കെവ ബോക്സ് ഫൗണ്ടർ CEOയുമായ മുഹമ്മദ് ദിൽഷാദ്, സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രാഞ്ച് മാനേജർ തംജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് മേഖലകളിലെ നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. ബീദു ജുവൽ ക്യാമ്പയിനിൻ്റെ ഭാഗമായി കാസർഗോഡ് സിറ്റി ഗോൾഡിൽ ഒരുക്കിയ എക്സിബിഷനിൽ ഡയമണ്ട്, പോൾക്കി, ആൻറ്റിക് എന്നിവയുൾപ്പെടെ പ്രീമിയം ആഭരണങ്ങളുടെ വൻ കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഡിസൈനുകൾ കാണുവാനും പർച്ചേസ് ചെയ്യാനുമുള്ള മികച്ച അവസരമാണ് എക്സിബിഷനിലൂടെ ഉപഭോക്താക്കൾക്ക് സിറ്റി ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബെറ്റർ ലൈഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ലിറ്ററസി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. നവജാലകം എന്ന പേരിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പ് മാഫിയകളുടെ ചതിയിൽപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളും മൊബൈൽ ഫോണിൽ വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തിരിച്ചറിയാതെ തങ്ങളുടെ വിവരങ്ങൾ കൈമാറി പണം നഷ്ടപ്പെടുന്നവരാണ്. ഇതിനെ പ്രതിരോധിക്കാനായി ഒരു ചെറിയ ശ്രമം എന്ന രീതിയിലാണ് സാങ്കേതിക വിദ്യയിൽ അറിവ് പകരുന്നതിനായി നവജാലകം എന്ന പേരിൽ പരിപാടി ആരംഭിച്ചത്. ഡിജിറ്റൽ ലിറ്ററസി വർക്ക്ഷോപ്പിൽ സോഷ്യൽ മീഡിയ ഉപയോഗം, വ്യത്യസ്ത ആപ്പുകളുടെ ഉപയോഗം, ഓൺലൈൻ സുരക്ഷ, എമർജൻസി കോൺടാക്ട് നമ്പറുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകി. സെയിൻറ് തോമസ് കോളേജിലെയും MES കോളേജിലെയും സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ പരിശീലനത്തിന് നേതൃത്വം നൽകി. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ കാസർഗോഡ് ഓഫീസിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണാഘോഷം നടത്തി. പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരക്കളിയും രസകരങ്ങളായ വിവിധ മത്സരങ്ങളും ആഘോഷഭാഗമായി നടന്നു. പൂക്കളവും ഓണസദ്യയുമൊരുക്കി. ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ BPCM സുനിൽകുമാർ, PK മുരളീകൃഷ്ണൻ, ബാലകൃഷ്ണൻ നാറോത്ത്, T വിലാസിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് പരിശോധന. ഉപ്പളയിലെ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പൊസോട്ടെ അബൂബക്കർ സിദ്ദിഖിനെയാണ് കോടതി ശിക്ഷിച്ചത്. പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം മുതൽ ചന്ദ്രഗിരി പാലം വരെ തകർന്ന ഭാഗത്ത് 6500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇന്റർലോക്ക് പാകും. പ്രവൃത്തി പുരോഗമിക്കുന്നു. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ റിലേ നിരാഹാര സമരം ആരംഭിച്ചു. KPCC ജില്ലാ സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിന് വശത്തെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. ഇടപെടാതെ വാട്ടർ അതോറിറ്റി. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU കളക്ടറേറ്റ് ധർണ നടത്തി. K ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.